നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഫോർ എ റിയാക്ഷൻ 2A plus B giving A to B, the rate is equal to K into molar concentration of A into molar concentration of B whole square with K is equal to 2 into 10 raised to minus 6 mol raised to minus 2 L square second inverse. Calculate the initial rate of the reaction when molar concentration of A is equal to 0.1 moles per liter. Molar concentration of B is equal to 0.2 moles per liter. Calculate the rate of a reaction after molar concentration of A is reduced to 0.06 moles per liter. അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പം നമുക്കിവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് 2A plus B giving A to B. ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിലെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ഒക്കെ വിസിബിൾ ആണ്. നമുക്ക് 2 moles of A റിയാക്ട് വിത്ത് 1 mole of B ഗിവിങ് A to B, 1 mole of A to B. അപ്പം നമുക്ക് റേറ്റും നമുക്ക് തന്നിട്ടുണ്ട്. റേറ്റ് R എന്താണെന്ന് വരിക? R is equal to ഇതാണ് അല്ലേ, K into molar concentration of A into molar concentration of B whole square. ഇതാണ് റേറ്റ്. Kൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. K is equal to എത്രയാണ്? K is equal to ഇതാണ് 2 into 10 raised to minus 6 mol raised to minus 2 L square second inverse. ഇപ്പോൾ Kൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി കാൽക്കുലേറ്റ് ദി ഇനീഷ്യൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വെൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ is equal to 0.1 മോൾ പെർ ലിറ്റർ ആണ്. ബി is equal to 0.2 മോൾസ് പെർ ലിറ്റർ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, ഇനീഷ്യൽ റേറ്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബിയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇനീഷ്യൽ റേറ്റ് കാണാം. ഇനീഷ്യൽ റേറ്റ് R is equal to എങ്ങനെ വരും? നമുക്കറിയാം റേറ്റിൻ്റെ എക്സ്പ്രഷൻ ഇതാണ് അല്ലേ, K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ഹോൾ സ്ക്വയർ. അപ്പം Kൻ്റെ വാല്യൂ എത്രയാണ്? 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 മോൾ റേസ് ടു മൈനസ് 2 L സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് Kൻ്റെ വാല്യൂ. ഇനി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ, അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 0.1 മോളാന്ന് തന്നിട്ടുണ്ട്. അത് ഇൻറ്റു 0.1 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി, അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.2 ആണ്. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 8 ഇൻറ്റു 10 റേസ് ടു മൈനസ് 9 മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമുക്ക് ഇനീഷ്യൽ റേറ്റ് കിട്ടുന്നത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പം ഈ ആൻസർ കിട്ടും. റേറ്റ് is equal to 8 ഇൻറ്റു 10 റേസ് ടു മൈനസ് 9 മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് കിട്ടും. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് എന്താ ചോദ്യം? കാൽക്കുലേറ്റ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ ആഫ്റ്റർ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് റെഡ്യൂസ്ഡ് ടു 0.06 മോൾസ് പെർ ലിറ്റർ. അപ്പം നമ്മൾ ഇനീഷ്യൽ റേറ്റ് കണ്ടുപിടിച്ചു. R ഇനീഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്താണ്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആഫ്റ്റർ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് റെഡ്യൂസ്ഡ് ടു 0.06 മോൾസ് പെർ ലിറ്റർ. മോളാർ കോൺസെൻട്രേഷൻ എ 0.06 മോൾസ് പെർ ലിറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാകുമ്പോഴുള്ള റേറ്റ് ആണ് നെക്സ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.1 മോളാണ് അല്ലേ. പിന്നെയോ അതിൽ നിന്നും 0.06 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ, അതായത് എ എന്ന റിയാക്റ്റൻ്റ് എത്രമാത്രം റിയാക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.1 ആണ്. അത് മൈനസ് 0.06 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.04 മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ ഇത്രയും മോൾ, അതായത് 0.04 മോൾസ് പെർ ലിറ്റർ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എ എത്രമാത്രം റിയാക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എത്രമാത്രം റിയാക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി എത്രയായിരിക്കും റിയാക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ബീൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തായിരുന്നു? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എത്രയാണ്?
0.2 മോൾസ് പെർ ലിറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇനി എന്തായിരുന്നു നമ്മളെ ഇക്വേഷൻ, സ്റ്റോയിഷ്യോമെട്രിക് ഇക്വേഷൻ ഇതായിരുന്നു അല്ലേ, 2a + b ഗിവിങ് a2b ആണ്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ പ്രകാരം 2 മോൾസ് ഓഫ് എ റിയാക്ട് ചെയ്യുമ്പോൾ 1 മോൾ ഓഫ് ബിയെ റിയാക്ട് ചെയ്യുന്നുള്ളൂ. 2 മോൾസ് ഓഫ് എ റിയാക്ട് ചെയ്യുന്നത് എത്രയാണ്? 1 മോൾ ഓഫ് ബി ആയിട്ടാണ്. മനസ്സിലായോ? അപ്പം 0.04 മോൾ എ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ ബി റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എത്രമാത്രം ബി റിയാക്ട് ചെയ്തു എന്നുള്ളത് എങ്ങനെ എഴുതാം നമുക്ക്? എമൗണ്ട് ഓഫ് ബി റിയാക്റ്റഡ്, എമൗണ്ട് ഓഫ് ബി റിയാക്റ്റഡ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് എ എന്ന റിയാക്റ്റൻറ്റിൻ്റെ എത്രമാത്രം റിയാക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എത്രയാണ്? 0.04 മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് 2 മോൾസ് ഓഫ് എ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 1 മോൾ ഓഫ് ബി റിയാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് ഡിവൈഡ് ബൈ 2 ആയിരിക്കും എന്ത്? എത്രമാത്രം ബി റിയാക്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ 0.02 മോൾ പെർ ലിറ്റർ ആണ്. അപ്പോൾ എത്രമാത്രം ബി റിയാക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ അവസ്ഥയിലുള്ള റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് എ എന്ന് പറയുന്നത് ഇത്രയായിട്ട് കുറയുമ്പോൾ, അതായത് എ 0.1 നിന്ന് 0.06 മോൾസ് പെർ ലിറ്റർ ആയിട്ട് കുറയുമ്പോൾ ഉണ്ടാവുന്ന റേറ്റ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇപ്പോൾ റേറ്റ് ബാക്കിയുള്ള റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. ബാക്കി എത്രമാത്രം റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ ഇൻറ്റു എന്താണ് റേറ്റിൻ്റെ ഇക്വേഷൻ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി ഹോൾ സ്ക്വയർ ആണ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ കെൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? കെ എത്രയാണ്? 2 × 10⁻⁻6 ആണ് കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ബാക്കിയുള്ളത് എത്രയാണ്? 0.04 മോളും റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 0.06 ആണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ബാക്കിയുള്ള ബി, റിമൈനിങ് ബി ആണ്. അത് എത്രയാണ്? 0.02 മോളാണ് റിയാക്ട് ചെയ്തത് അല്ലേ? എത്ര ബി റിയാക്ട് ചെയ്തെന്നില്ല നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 0.02 മോളാണ് റിയാക്ട് ചെയ്തത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? 0.2 മോളാണ്. അപ്പം എത്ര ബി ഉണ്ട് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? 0.2 മൈനസ് 0.02 അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.18 മോൾ പെർ ലിറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് റിമൈനിങ് ബി, ബാക്കി എത്ര മോൾസ് ഓഫ് ബി ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്കറിയാം എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.2 മോൾസ് പെർ ലിറ്റർ ആണ്. എത്രമാത്രം ബി റിയാക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണ് അത്? 0.02. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ബി, റിമൈനിങ് ബി എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പം അത് ഇൻറ്റു 0.18 സ്ക്വയർ ഉണ്ട് അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3.9 ഇൻറ്റു 10⁻⁻9 മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? ഈ പ്രോബ്ലം കുറച്ച് നല്ലോണം വായിച്ചു നോക്കണം, എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായത് ഇനീഷ്യൽ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് കെൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, രണ്ട് റിയാക്റ്റൻറ്റിൻ്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷനും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇനീഷ്യൽ റേറ്റ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? റിയാക്ഷൻ റേറ്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ കുറഞ്ഞിട്ട് 0.06 മോൾസ് പെർ ലിറ്റർ ആകുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ റേറ്റ് ആണ്. അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. മനസ്സിലായല്ലോ?